ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ അധികാരം ഇതുവരെ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിച്ചില്ല എന്നുള്ളതുകൊണ്ട് അധികാരം നേടാൻ വേണ്ടി അവർ സ്വീകരിച്ച മാർഗം ചിലയിടങ്ങളിൽ പരസ്യമായി BJP-യുമായി ധാരണയിലെത്തുക, SDPI-യെയും ഒരു ഭാഗത്ത് കൂട്ടുക. രണ്ട് കൂട്ടരെയും കൂട്ടിയാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് നിൽക്കുന്നതെന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ശരിവയ്ക്കുന്ന രൂപത്തിലാണ് SDPI-യുടെ പ്രതിനിധി ഇന്ന് മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി പരസ്യമായിട്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. SDPI തിരഞ്ഞെടുക്കപ്പെട്ട വാർഡിലെ വോട്ടിംഗ് നിലയെ സംബന്ധിച്ച് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. SDPI തിരഞ്ഞെടുക്കപ്പെട്ട ചാത്തനാകുളം ഡിവിഷനിൽ നിന്ന് ആ ഡിവിഷനിലെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് RSPയുടെ പ്രതിനിധിയാണ് അവിടെ മത്സരിച്ചത്. RSPയുടെ പ്രതിനിധി മത്സരിച്ച സ്ഥലത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി RSP മത്സരിച്ചപ്പോൾ RSPയുടെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി 4-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 1-ാം സ്ഥാനത്ത് SDPI എത്തി. SDPI എങ്ങനെ 1-ാം സ്ഥാനത്ത് എത്തിയെന്ന് പരാജയപ്പെട്ട RSP ഇനിയും നിലപാട് വ്യക്തമാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടെന്നുള്ളത് RSPയും സമാധാനം പറയേണ്ടതായിട്ട് വരും. ഈ അവിശുദ്ധ കൂത്തുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഭരണം അവർക്ക് ലഭിച്ചില്ലെങ്കിലും 4 സീറ്റ് RSPക്കുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വന്നപ്പോൾ RSPയുടെ സീറ്റ് 3-ആയി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കണക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിൽ ഒന്ന് SDPI ഈ നിലയിൽ തന്നെ നേടിയെടുത്തിട്ടുള്ളതാണ്. മറ്റൊരു സീറ്റ് RSPയുടെ ശക്തികുളങ്ങരയിലെ ഡിവിഷനിൽ RSP മത്സരിച്ചു. ആ RSP മത്സരിച്ചിടത്ത് BJP കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ പകുതി താഴെ മാത്രം വോട്ട് കിട്ടി. അവിടെയും പരാജയപ്പെടുന്ന നില വന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരായ ആളുകൾ SDPI-യെ ഒരു ഭാഗത്ത് BJP-യും ഒപ്പം നിർത്തി സഖ്യ കക്ഷികളിൽപ്പെട്ടവരെ പോലും തോൽപ്പിച്ച് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അവിശുദ്ധ ബന്ധമാണ്, കൂട്ടുകെട്ടാണ് എന്ന് ഇടതുപക്ഷം പറഞ്ഞത് ഇന്നത്തെ മേയർ തെരഞ്ഞെടുപ്പോടുകൂടി അത് യാഥാർത്ഥ്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതേ നിലയിൽ നമ്മുടെ കോർപ്പറേഷനിലെ 12 ഡിവിഷനുകളിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് സൃഷ്ടിച്ച് അവർ 1 മുതൽ 99 വരെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ അവർ അധികാരം കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണെന്ന്. ജില്ലയിലെ ആകെ സ്ഥിതി എടുത്താൽ ഈ നിലയിൽ SDPI BJP ബന്ധത്തിൻ്റെ പേരിൽ 60 സ്ഥലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസിന് ആകട്ടെ അവർക്ക് 18 മുതൽ 100 വോട്ടുകളിൽ താഴെയാണ് അവിടെ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. ഇത് ഞങ്ങൾ നേരത്തെ വാർഡും ഡിവിഷനും പഞ്ചായത്തും എല്ലാം പറഞ്ഞ് പ്രതികരിച്ചപ്പോൾ അങ്ങനല്ല, അതിനേക്കാൾ സ്വാധീനം കോൺഗ്രസിനുണ്ടെന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരനും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിലൊന്നാണ് ആദ്യമായി അക്കൗണ്ട് തുറന്നു എന്നവർ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത നൽകിയ ഒന്നാണ്. പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ഐക്യരക്കോണം വാർഡിൽ BJP ജയിച്ചപ്പോൾ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി BJP കടന്നു വന്നു. ഇതാണ് BJPയുടെ ജന്മഭൂമി പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വലിയ വാർത്തയായി തന്നെ കൊടുത്തതിൽ തലക്കെട്ട് പിടിച്ച് പറ്റിയ ഒന്ന് തന്നെയാണ് പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു വന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം UDF-ന് പ്രേമേന്ദ്രന് ലഭിച്ച ഒരു വാർഡും ബൂത്തുകളുമാണ് ഐക്യരക്കോണത്തുള്ളത്. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 350 വോട്ട് UDF-ന് ലഭിച്ച ഒരു വാർഡാണ് ഐക്യരക്കോണത്തേത്. ഇപ്പോൾ BJP ജയിച്ച സ്ഥലത്ത് UDF-ന് കിട്ടിയത് 18 വോട്ട്. അത് UDF തകർന്നതുകൊണ്ടാണോ ഈ 18 വോട്ട് കിട്ടിയത് എന്നത് അവർ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ആ വോട്ട് എങ്ങോട്ട് പോയി എന്ന് നോക്കിയാൽ അത് നേരെ പോയത് BJPയുടെ വോട്ടിലേക്കാണ്
എന്നത് കാണാൻ കഴിയും. ഏരൂർ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി തന്നെ, നിങ്ങളുടെ മാധ്യമങ്ങൾ പലരും അതൊന്നും കണ്ടതായിട്ട് നടിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥിയാണ്. പരസ്യമായി ചാനലുകൾക്കും സോഷ്യൽ മീഡിയയിലും അഭിമുഖം കൊടുത്തു. എന്നെ ചതിക്കുകയായിരുന്നു, എന്നെ വഞ്ചിക്കുകയായിരുന്നു. എൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്ത ആളുകൾ 80 പേരാണ്. 80 പേര് കൺവെൻഷനിൽ പങ്കെടുത്തു. ലഭിച്ച വോട്ട് 40 വോട്ടാണ്. അപ്പോൾ കൺവെൻഷനിൽ പങ്കെടുക്കുകയും മറ്റ് ചെയ്ത ആൾ പോലും വോട്ട് ചെയ്തില്ല. വോട്ട് മൊത്തത്തിൽ BJPക്ക് കൊടുക്കാനായിരുന്നു എങ്കിൽ എന്നെ എന്തിനാണ് ബലിയാടാക്കിയത് എന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി പരസ്യമായി പ്രതികരിച്ചതും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വാർത്തയായി മാറിയിട്ടില്ല.